ഹായ്, നമ്മളെല്ലാവരും വാട്സപ്പിൽ സ്വകാര്യത ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ? പക്ഷെ നമ്മുടെ വാട്സപ്പിൽ പല അനാവശ്യമായിട്ടുള്ള ശല്യങ്ങളും വന്ന് പെടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ 5 സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പരിധി വരെ ഈ പറഞ്ഞിരിക്കുന്ന അനാവശ്യ ശല്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ വാട്സപ്പിൽ അനാവശ്യമായിട്ടുള്ള ആളുകളൊക്കെ വന്ന് ശല്യപ്പെടുത്തുന്നതും നമ്മുടെ പ്രൈവസി ഒക്കെ ഒഴിവാക്കുന്നതും ഒക്കെ കാരണം നമ്മൾ തന്നെയാണ്. അത് നമ്മൾ 5 സെറ്റിംഗ്സിൽ നമ്മൾ മറന്നു പോകുന്നുണ്ടോ? ആ 5 സെറ്റിംഗ്സ് ഏതാന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു ശല്യവും ഇല്ലാത്ത രീതിയിൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. അതിനായി നമ്മൾ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് കാണുന്നില്ലേ? ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്ന് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൈവസി, ആ പ്രൈവസിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയും 4 എണ്ണം കൂടി ഉണ്ട്. അപ്പൊ ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണാം ഹു ക്യാൻ സീ മൈ ലാസ്റ്റ് സീൻ. നമ്മൾ എപ്പോഴാണ് വാട്സപ്പിൽ കയറിയത് ഇറങ്ങിയതെന്നൊക്കെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അല്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി? നോബഡിയിലേക്ക് കാണിച്ചു കൊടുക്കാം. നോബഡി എന്നുള്ള ഓപ്ഷനിലാണ് ടിക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആർക്കും അറിയാൻ പറ്റില്ല നമ്മൾ എപ്പോഴാണ് കയറിയത്, എപ്പോഴാണ് വാട്സപ്പിൽ നിന്ന് ഇറങ്ങിയെന്നുള്ളത്. അതിനുശേഷം താഴെ പറയുന്നുണ്ട് ഹു ക്യാൻ സീ വെൻ ഐ ആം ഓൺലൈൻ. നമ്മൾ ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത് ആരൊക്കെ കാണണം എന്നുള്ളത്. അതും എന്ത് ചെയ്യുക? ഏറ്റവും താഴെ സെയിം ആസ് ലാസ്റ്റ് സീൻ. അപ്പം മുകളിൽ നോബഡി ആക്കി കൊടുക്കുക, താഴെ സെയിം ആസ് ലാസ്റ്റ് സീനിലേക്കും ആക്കി കൊടുക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രൈവസി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ. ഇനി രണ്ടാമതായിട്ട് ഒന്ന് ബാക്ക് ചെയ്യുക. ബാക്ക് ചെയ്ത് വന്നിട്ട് നമ്മൾ പ്രൈവസി തന്നെ ക്ലിക്ക് ചെയ്യുക. പ്രൈവസിയിൽ അവിടെ പ്രൈവസിയിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട രണ്ടാമത്തെ ഓപ്ഷൻ, ഇത് അടിപൊളി ഒരു ഓപ്ഷനാണ്, അതായത് പ്രൊഫൈൽ പിക്ചർ. അപ്പൊ നമുക്ക് പരിചയമില്ലാത്ത ആളുകൾക്കൊക്കെ നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ പലരും കാണുന്നുണ്ട് അല്ലേ? അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലരും എവരിവൺ ഒക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അത് ഒഴിവാക്കിയിട്ട് നമ്മുടെ മൈ കോൺടാക്ട്സ് മാത്രം വെക്കുക. അപ്പൊ നമ്മുടെ കോൺടാക്ട്സിലുള്ള ആളുകൾ മാത്രമേ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണുള്ളൂ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോബഡി, ആരും കാണാന്നുണ്ടെങ്കിൽ നോബഡിയും ആക്കി കൊടുക്കാൻ പറ്റും. ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നമ്മുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ മറ്റുള്ള ആളുകളായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി ചില ആളുകൾ മാത്രമായിട്ടാണ് കാണണ്ടെന്നുണ്ടെങ്കിൽ മൈ കോൺടാക്ട്സ് അക്സെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടില്ലേ നമ്മുടെ കോൺടാക്ട്സിൽ എല്ലാം കാണിക്കും. ആരാണോ വേണ്ടാത്തത് അവരെ അവിടെ ടിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? താഴെയുള്ള ആ ഗ്രീൻ കളറിലൊന്ന് ടിക്ക് കൊടുത്താൽ മതി. അപ്പം അങ്ങനെയുള്ള ചില ആളുകളെ മാത്രം നമുക്ക് ഒഴിവാക്കിയിട്ട് അവർ മാത്രം നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണാന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇവിടെ മൈ കോൺടാക്ട്സിലാണ് കൊടുത്ത്. ഇനി അഗൈൻ പ്രൈവസിയിൽ പോവുക. പ്രൈവസിയിൽ പോയി കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ ഗ്രൂപ്പ്സ്, ഈ ഗ്രൂപ്പ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഹു ക്യാൻ ആഡ് മീ ടു ഗ്രൂപ്പ്സ്. പല ആളുകളും പല ഗ്രൂപ്പിലേക്ക് നമ്മളെ ആഡ് ചെയ്യുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ പലരും എവരിവൺ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മൈ കോൺടാക്ട്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക്, നമ്മൾ അറിയുന്ന ആളുകൾക്ക്, നമ്മളെ കോൺടാക്ട്സിലുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇനി അതെല്ലാം തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഒഴിവാക്കാൻ പറ്റും. അടുത്തായിട്ട് പ്രൈവസിയിൽ ഒന്നുകൂടി പോവുക. പ്രൈവസിയിൽ പോയി കഴിഞ്ഞാൽ താഴേക്ക് വന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ കോൾസ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ പലരും ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സൈലൻസ് അൺനോൺ കോളേഴ്സ്. പല അനാവശ്യ കോളുകളും നമ്മളെ ശല്യപ്പെടുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ സൈലൻസ് അൺനോൺ കോൾസ് പറയുന്ന ഓപ്ഷൻ എന്ത് ചെയ്താൽ മതി? അത് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അനാവശ്യമായിട്ടുള്ള കോളുകൾ നമ്മളെ ശല്യപ്പെടുത്തില്ല. ഇനി അടുത്തതായിട്ട് വരുന്നത് പ്രൈവസിയിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി കാണിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്പ് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ആപ്പ് ലോക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആപ്പ് ലോക്കിൽ നമുക്ക് ഫിംഗർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫേസോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോക്കായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ഫോൺ കട്ട് ചെയ്ത് ഫോൺ ഓഫ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഇമീഡിയറ്റ്ലി തന്നെ നമുക്ക് ആപ്പ് ലോക്ക് ഓൺ ആവണം എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ അത് ഇമീഡിയറ്റ്ലി കൊടുക്കാം. അതായത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ആരെങ്കിലും എടുത്ത് നോക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഇതുവഴി സഹായിക്കും.